ഫെബ്രുവരി 12-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഗ്ലോബൽ AI ഗവേണൻസിന് ഗ്ലോബൽ കോപ്പറേഷൻ സീക്ക് ചെയ്യുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗവേണൻസ് ഫ്രെയിംവർക്ക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ടുള്ള ഗവേണൻസ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗ്ലോബൽ AI ആക്ഷൻ സമ്മിറ്റിൽ പാരീസിൽ വെച്ച് നടക്കുവാണ്. ഇന്ത്യ ഫ്രാൻസിനൊപ്പം കോ ചെയർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ഗ്ലോബൽ AI സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അത് എല്ലാ വിഭാഗം ആൾക്കാർക്കും, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എസ്പെഷ്യലി പിന്നോക്കം നിൽക്കുന്ന ഗ്ലോബൽ സൗത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, നിലവിലുള്ള ആൾക്കാരെയൊക്കെ റീസ്കിൽ ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോദി AI സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കളക്റ്റീവ് എഫേർട്ട്, ഓരോ രാജ്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് പകരം എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്നും ഷെയർഡ് വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യണമെന്നും എല്ലാവർക്കും ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തണം എന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു പൂൾ ഓഫ് റിസോഴ്സസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, ഉദാഹരണത്തിന് ഡാറ്റയുടെയും ടാലന്റിന്റെയും ഒക്കെ പൂൾ ഓഫ് റിസോഴ്സസ് ഉണ്ടാക്കണം. നിലവിലുള്ള AI സിസ്റ്റംസിനെ ഇംപ്രൂവ് ചെയ്യണം. പലപ്പോഴും റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, ഉയർന്ന സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ടാവും. അവരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരണം എന്നാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൺബയാസ്ഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റ്, കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ആണ്, കാരണം ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് AI വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ള ഡാറ്റ സെറ്റുകൾ പരസ്പരം ഷെയർ ചെയ്യണം. അതുപോലെ പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്ലിക്കേഷൻസ് പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട്, കോമൺ ഗുഡിന് വേണ്ടിയിട്ട് കൊണ്ടുവരണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറ്റൊരു കുഴപ്പം എന്ന് വെച്ചാൽ അത് ഹൈ എനർജി യൂസ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗ്രീൻ എനർജി സൊല്യൂഷൻസ് കൊണ്ടുവരുന്നതിനെ കുറിച്ചും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സോളാർ എനർജി കൊളാബറേഷൻ ഒക്കെ അദ്ദേഹം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ AI അഡോപ്ഷനിൽ ഇന്ത്യ മുന്നോട്ട് പോവാണ്. ഡാറ്റ പ്രൈവസി ലോസും മറ്റുമൊക്കെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടതായിട്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പബ്ലിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുകൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ത്യയുടെ PPP മോഡലുകൾ അത് സ്റ്റാർട്ടപ്പുകളെയും റിസർച്ചുകളെയും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ FCPA എന്ന് പറയുന്ന ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് 1977 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അത് 180 ഡേയ്സിലേക്ക്, അത് 6 മാസത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, പോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ, ഓർത്ത് വെക്കേണ്ട കാര്യം, പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ അതിനെ പോസ് ചെയ്യാനുള്ള അധികാരം ഇവിടെ US-ലെ ട്രംപിനുണ്ട് എന്ന് ഓർത്ത് വെക്കുക. US-ലെ ട്രംപിന് വെച്ച് US പ്രസിഡന്റിനുണ്ട് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇങ്ങനെ പോസ് ചെയ്യാനുള്ള അധികാരമൊന്നും കാണാൻ വേണ്ടി പറ്റില്ല, പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ. പക്ഷെ അവിടുത്തെ കോൺഗ്രസ് പാസ്സാക്കിയ നിയമത്തെ പോസ് ചെയ്യാനുള്ള അധികാരം, തൽക്കാലം നിർത്തിവെക്കാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? അവിടുത്തെ പ്രസിഡന്റ് ഉണ്ട് എന്നുള്ള കാര്യം എടുത്തുക്കോ. എന്താണ് ഈ FCPA, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം, ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പൊ അവിടുത്തെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് FCPA എന്ന് പറയുന്ന ആക്ട് ആണ് 180 ദിവസത്തേക്ക് പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അറ്റോർണി ജനറലിനോട് റിവ്യൂക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ്. ഈ ഒരു പോസ് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിന് ബെനിഫിറ്റ് ആണെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും അദാനി ഗ്രൂപ്പിലെ ഫൗണ്ടർ ആയിട്ടുള്ള ഗൗതം അദാനിക്ക് വേണ്ടിയിട്ട്. കാരണം ബ്രൈബറി സ്കീമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അവിടെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അതായത് FCPA എന്ന് പറയുന്നത് ഫോറിൻ ഗവൺമെന്റുകളെ ബ്രൈബ് ചെയ്യുന്നു, അതായത് ബിസിനസ്സുകൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ ഗവൺമെന്റുകളെ ബ്രൈബ് ചെയ്യുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് FCPA എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓർഡർ പുതിയ FCPA ഇൻവെസ്റ്റിഗേഷൻസിനെല്ലാം അപ്ലിക്കബിൾ ആണ്. ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻസ് പുതിയ ഗൈഡ് ലൈൻസ് വരുന്നത് വരെ നിലവിൽ തന്നെ തുടരും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഈ ഒരു കാര്യം അറ്റോർണി ജനറൽ റിവ്യൂ ചെയ്യണം, അതിനുശേഷമാണ് തീരുമാനം ഉണ്ടാവുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. റിവ്യൂവിന് ശേഷം റെമഡിയൽ മെഷേഴ്സ് കൊണ്ടുവരും, അതായത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിനെ ഒഴിവാക്കും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ അദാനി ഗ്രൂപ്പിനെതിരെ ഓൾറെഡി ഒരു ബ്രൈബറി സ്കീം US-ൽ നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ സോളാർ പ്രൊജക്റ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉദ്യോഗസ്ഥർക്ക് ബ്രൈബ് ചെയ്തു അല്ലെങ്കിൽ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുവഴി അമേരിക്കയിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് അവർ സ്വരൂപിച്ചു, ഇന്ത്യയിൽ ഇത്രയും വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഷ്യൂ. ഈ ഒരു ബ്രൈബറി വിഷയമാണുള്ളത്, പ്രത്യേകിച്ചും സെക്യൂരിറ്റീസ് ഫ്രോഡുമായി ബന്ധപ്പെട്ടാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ട്രംപ് ഇതുപോലെ തന്നെ FCPA മുന്നേയും
ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബിസിനസ്സുകളെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ്. ഇതിനെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സുകൾക്ക് ഗ്ലോബൽ ട്രേഡിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോറിൻ പോളിസിയുടെ കോമ്പറ്റീറ്റീവിനെ കുറിച്ചും അമേരിക്കൻ ബിസിനസ്സുകൾക്ക് അത് സപ്പോർട്ടീവ് അല്ല എന്നുള്ള രീതിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഉറപ്പുവരുത്തുന്നത്, പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ മിനറൽസ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ കമ്പനികളുടെ ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് മെച്ചപ്പെടുത്താൻ FCRA സസ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ FCA എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡും അൺപ്രഡിക്റ്റബിളും ആണെന്നും അമേരിക്കൻ കമ്പനികളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് ട്രംപ് പറയുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് സസ്പെൻഡ് ചെയ്യാൻ കാരണമായിട്ട് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, IIT മദ്രാസ് ഇൻഡിജിനസ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ചിപ്പ് അല്ലെങ്കിൽ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തു. ശക്തി എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളതാണ് ഓർത്തുവെക്കുന്നത് തന്നെ. ISROയും IIT മദ്രാസും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ചിപ്പ്, ഇൻഡിജിനിയസ് ചിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും എയ്റോസ്പേസ് അപ്ലിക്കേഷൻസിന് വേണ്ടി, ISROയുടെ അപ്ലിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നോക്കുക. അപ്പോൾ IIT മദ്രാസും ISROയും ചേർന്നിട്ടാണ് ഇൻഡിജിനസ് ആയിട്ട് രാജ്യത്തിനകത്ത് തന്നെ എയ്റോസ്പേസ് ക്വാളിറ്റി സെമി കണ്ടക്ടർ ചിപ്പുകൾ, ശക്തി മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ശക്തി ചിപ്പ് എന്ന് പറയുന്നത് ISROയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള എഫേർട്ടുകൾക്ക് ഒരു മുതൽക്കൂട്ടാണ്, പ്രത്യേകിച്ചും സ്പേസ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് എന്ന് ഓർക്കുക. അതായത് സ്പേസ് സെക്ടറിൽ സെൽഫ് റിലയൻസ് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം അടുത്ത് കൊണ്ടുപോകുന്നത് എന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ശക്തി എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ഇനീഷ്യേറ്റീവ് ആണ്. റീകോൺഫിഗറബിൾ ഇന്റലിജൻസ് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അറ്റ് IIT മദ്രാസ്. അപ്പോൾ ഒരു IIT മദ്രാസിൽ വെച്ചിട്ട് ഈ ഒരു ഫസ്റ്റ് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ശക്തി മൈക്രോ പ്രോസസ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പ്രതാപ് സുബ്രഹ്മണ്യം സെന്റർ ഫോർ ഡിജിറ്റൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂർ ഹാർഡ്വെയർ ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ് എന്നുകൂടി ഓർക്കുക. ഇതിനെ ബാക്ക് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ITയും അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ റിസ്ക് ഇനീഷ്യേറ്റീവ് ആണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഈ ഒരു ശക്തി മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്പാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാ സോഴ്സ് കോഡുകളെല്ലാം തന്നെ ഓപ്പൺ സോഴ്സ്ഡ് ആണ്. അപ്പോൾ ഇത് മോഡിഫൈഡ് BSD ലൈസൻസ് സ്കീമിന്റെ പരിധിയിലാണ് വരുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഓൾറെഡി ഓപ്പൺ സോഴ്സുകളുള്ള കോഡിനെ എടുത്തിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് സ്പേസ് അപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ശക്തി ചിപ്പ് എന്ന് പറഞ്ഞാൽ സ്പേസ് അപ്ലിക്കേഷൻസ് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും സെക്യൂരിറ്റി അതുപോലെ വിസിബിലിറ്റി തുടങ്ങിയിട്ടുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലും അപ്ലിക്കേഷൻസ് ഉള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് കേസുകളിൽ ഉണ്ടാവുന്ന കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ബെയിൽ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടാണ് ഓദർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള റേപ്പ് കണ്ടീഷൻസിൽ പ്രത്യേകിച്ചും സർവൈവേഴ്സിന് അനുകൂലമല്ലാത്ത രീതിയിൽ കോടതികളിൽ നിന്നുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓദർ ശ്രമിക്കുന്നതായിട്ടുള്ളത്. റീസെന്റ് ആയിട്ട് അലഹാബാദ് ഹൈക്കോർട്ടിൽ നിന്ന് ഒരു റേപ്പ് അക്യൂസ്ഡിന് ബെയിൽ കൊടുത്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവറിനെ മാരി ചെയ്യണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം, അതുപോലെ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതേപോലത്തെ ഒരു കണ്ടീഷനിൽ അഭിഷേക് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് കേസ് 2024 അക്യൂസിനോട് പറഞ്ഞു നിങ്ങൾ സർവൈവറിനെ മാരി ചെയ്യണം, അവരുടെ കുട്ടിയെ കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആ ഒരു റേപ്പ് വിക്ടിം അവരെ കോടതിയിൽ പരാതിയായിട്ട് പോകുമ്പോൾ റേപ്പ് വിക്ടിമിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വുമന്റെ ഡിഗ്നിറ്റിയെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് അവരെ മാനേജ് ചെയ്യണം എന്ന് ആ ഒരു റേപ്പിന്റെ അക്യൂസിനോട് കോടതി ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് സർവൈവറുടെ ഓട്ടോണോമിയെ, അവരുടെ സർവൈവറുടെ ജീവിതത്തിന് മേലുള്ള കൺട്രോളിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവർ മാരി ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ പാസ് റൂളിംഗിലെ അപർണ ഭട്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസ് 2021 സുപ്രീം കോടതി ബെയിൽ കണ്ടീഷൻസിൽ ഇത്തരത്തിലുള്ള സെക്കൻഡറി ട്രോമ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബെയിൽ കണ്ടീഷൻസ് ഉണ്ടാവരുത്, അതുപോലെ തന്നെ ഈ ഒരു അക്യൂസ്ഡോട് സർവൈവറെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇതാകുന്നില്ല. മാരേജ് എന്ന് പറയുന്നത് ഒരു ബെയിൽ കണ്ടീഷൻ ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നത് ഇതിന് എഗെയിൻസ്റ്റ് ആണ്, ഇതിന് വിരുദ്ധമാണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇത് അൺഈക്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ കാരണം ഇത് സർവൈവറുടെ ഡിഗ്നിറ്റിയും ഓട്ടോണോമിയും കോടതി തന്നെ ചാലഞ്ച് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഓതേഴ്സ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കോടതികൾ ബെയിൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡുമായിട്ട് കോമ്പാറ്റബിൾ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള പാട്രിയാർക്കൽ സ്റ്റീരിയോ ടൈപ്പുകളെ ഇമ്പോസ് ചെയ്യുകയല്ല അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുകയല്ല വേണ്ടത് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇവിടെ മാരേജ് ചെയ്യണം എന്നുള്ളത് ഒരു
കണ്ടീഷനായിട്ട് വയ്ക്കുന്ന സമയത്ത് ഇത് സർവൈവറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അക്യൂസ്ഡിനെ ഒരു ഡിപ്പെൻഡന്റ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടും ഇത് ഫർദർ അബ്യൂസിനും ട്രോമയ്ക്കും കാരണമാകാൻ സാഹചര്യമാവും എന്നുകൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പൊ ആക്ച്വലി ഈ ഒരു ക്രൈമിനെ ഒരു റീകൺസിലേഷൻ മെഷേഴ്സിലേക്ക് പോവുകയും ഒരു കോംപ്രമൈസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് കോടതികൾ മുന്നോട്ട് പോകുന്നതെന്നും ഇതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ഇത് സ്യൂട്ടബിൾ അല്ല, കോടതികൾ കൃത്യമായിട്ടുള്ള നിയമപ്രകാരമുള്ള പ്രൊസീജിയേഴ്സുകൾ എടുക്കേണ്ടതാണ് എന്നുമാണ് ഓതർ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു സർവൈവറിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാൻ സ്റ്റേറ്റിന് ഉണ്ടാവുന്ന ഫെയിലിയർ, അത് ഷെൽട്ടർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് മാത്രം ഒതുങ്ങിയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് ഇത്തരത്തിലുള്ള മാരേജ് പോലുള്ള സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സർവൈവറിനെ നിർബന്ധിക്കപ്പെടുന്നു എന്നുകൂടി ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യണം, ബെറ്റർ ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മാരേജ് കണ്ടീഷന്റെ മേലെ ബെയിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു സർവൈവറിന്റെ എബിലിറ്റി ടു ടെസ്റ്റിഫൈ, അതുപോലെ തന്നെ ട്രയലിന്റെ ഔട്ട്കമ്മിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാം എന്നുകൂടി ഓർത്തിരിക്കേണ്ടതന്നെ. അതുപോലെ തന്നെ ഈ ഒരു കോടതിയുടെ ഇമ്പാർഷ്യാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്, ട്രയലിന്റെ ഫെയർനെസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇത് വരുന്നത്. കാരണം ഇവിടെ അക്യൂസ്ഡിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയാണ് കോടതി എടുക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. ഇത് സർവൈവറിന്റെ വെൽഫെയറിനെയും ജസ്റ്റിസിനെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ജുഡീഷ്യറി കൂടുതലായിട്ട് അവകാശങ്ങളുടെ മേലെയും ഡിഗ്നിറ്റിക്കും ഓട്ടോണോമിയും ഒക്കെ മേലെയാണ്, സർവൈവറുടെ ഓട്ടോണോമിയുടെ മേലെയൊക്കെയാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. ലീഗൽ റെമഡീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാതെ സൊസൈറ്റിയൽ ബയാസിനോ അല്ലെങ്കിൽ പാട്രിയാർക്കൽ നേച്ചറിനോ അല്ലെങ്കിൽ ട്രോമയോ നൽകുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള നടപടികളല്ല ഉണ്ടാവേണ്ടത് എന്നുമാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഫോറസ്റ്റ് ഫയർസുമായി ബന്ധപ്പെട്ട ത്രെട്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ യുഎസിലെ ലോസ് ആഞ്ചലസിൽ വലിയൊരു ഫോറസ്റ്റ് ഫയർ ഉണ്ടാവുന്നതും അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് കഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇന്ത്യയുടെ സാഹചര്യം എന്താണ് ഈ ഒരു ഫോറസ്റ്റ് ഫയറുമായി ബന്ധപ്പെട്ട് എന്നുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് ഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി ഫ്രീക്വന്റ് ആയി മാറുവാണ് ഗ്ലോബലി, ഈവൻ ഇന്ത്യയിലും സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഫോറസ്റ്റ് കവറിന്റെ 36% എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് എന്നുകൂടി ഓർത്തു വെക്കാനായിട്ട്. കഴിഞ്ഞ 2 ഡെക്കേഡുകളിലായിട്ട് ഫോറസ്റ്റ് ഫയർ ഇൻസിഡൻസ് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയേഴ്സ് കവർ എന്ന് പറയുന്നത് 1.12% ഒരു വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കൂടി ഓർത്ത്. കാരണം നമ്മൾ ഫോറസ്റ്റ് കവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് 1.12% വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ലാൻഡ് ക്ലിയർ ചെയ്യുക, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയവയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഫയറുകൾ ഉണ്ടാവുന്നതിന് കാരണമായി മാറുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കണം. ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടാകുമ്പോൾ അത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്നുണ്ട്, അവിടുത്തെ വൈൽഡ് ലൈഫിനെയും ട്രീസിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. കാർബൺ എമിഷൻസ് എമിറ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ഫോറസ്റ്റ് ഫയർ കൊണ്ട് മാത്രം 69 മില്യൺ ടൺസ് ഓഫ് CO2 ആണ് ഓരോ വർഷവും എമിറ്റ് ചെയ്യപ്പെടുന്നതെന്നും കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇത് കൂടാതെ എക്കണോമിക് ഫോറസ്റ്റ് ഡിഗ്രേഡേഷൻ മൂലമുള്ള എക്കണോമിക് ലോസ് ഒരു വർഷം 1.74 ലക്ഷം കോടി രൂപയുടെ അടുത്ത് വരും എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇത് കൂടാതെ ബയോളജിക്കൽ സൈക്കിളുകളെ, വാട്ടർ സൈക്കിളിനെ അത് ബാധിക്കും, സോയിൽ ഫെർട്ടിലിറ്റിയെ ഡീഗ്രേഡ് ചെയ്യാൻ കാരണമാവും, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടി, കാരണം അനിമൽസ് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള തുടർ സംഭവങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്ന് കൂടി ഓർത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫയറിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഫോറസ്റ്റ് ഫയറിനെ മാനേജ് ചെയ്യാനുള്ള പോളിസീസ് ഉണ്ട്. പക്ഷെ അതിനുള്ള ഫണ്ടിങ്ങും അതിനുള്ള റിസോഴ്സസും ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് ഓർത്ത് വെക്കുന്നതായിട്ട് ബഡ്ജറ്റിലെ അലോക്കേഷൻസ് ഒക്കെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഫയർ പ്രിവെൻഷൻ സ്കീംസിന് കൃത്യമായിട്ടുള്ള എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഫയർ അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള പ്രിസിഷൻസ് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതായത് ഫോറസ്റ്റ് ഫയർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അലേർട്ട് വരുന്ന സിസ്റ്റമാണ്. അതിന് കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസും പ്രെഡിക്റ്റബിൾ മോഡലിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ മൈനർ ആയിട്ടുള്ള ഫയേഴ്സിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ തുടക്കത്തിൽ തന്നെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനും അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനും
പറ്റും എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണമായിരുന്നു. ഇത് കൂടാതെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇത്തരത്തിലുള്ള ഫയർസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ട്രെയിൻ ചെയ്യാവുന്നതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് കൊടുക്കാവുന്നതാണ്. അതുവഴി ഇത്തരത്തിലുള്ള ഫയർസ് ഉണ്ടാകുമ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റി വളരെ വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫണ്ടിങ് നൽകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്നോളജിക്കലി അഡ്വാൻസ്മെന്റ് കൊണ്ടുവരിക, അതായത് ISROയിൽ നിന്നും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെയുള്ള ഡാറ്റയെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഫോറസ്റ്റ് ഫയേഴ്സിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഏർലി ഡിറ്റക്ട് ചെയ്യാനും മാനേജ് ചെയ്യാനും ശ്രമിക്കേണ്ടതായിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ അവെയർ ചെയ്ത് അവരെ ഇവർക്ക് റിസോഴ്സും ട്രെയിനിങ്ങും ഒക്കെ നൽകിക്കൊണ്ട് കൊണ്ടുവരേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ മോഡൽസ് നേപ്പാളിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഫോറസ്റ്റ് ഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ലെവൽ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പോളിസി മേക്കേഴ്സും സയന്റിസ്റ്റുകളും കമ്മ്യൂണിറ്റീസും എല്ലാം തന്നെ ഒരു കൊലാബറേറ്റീവ് എഫേർട്ട് എടുക്കേണ്ടതായിരുന്നു ഫോറസ്റ്റ് ഫയേഴ്സിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അതിനെ എത്രയും വേഗത്തിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. കൂടാതെ എൻവയോൺമെന്റൽ, സൊസൈറ്റിയൽ അതുപോലെ തന്നെ എക്കണോമിക് ഇമ്പാക്റ്റുകളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളും എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത റീസെന്റ് ആയിട്ട് കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സൈബർ സെക്യൂരിറ്റി ത്രെട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. കർണാടകത്തിലെ കാവേരി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടൽ ഉണ്ട് ഗവൺമെന്റിന്. അതിനെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായി. സൈബർ അറ്റാക്കിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ DDoS എന്ന് വിളിക്കുന്ന സൈബർ അറ്റാക്ക് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ജാനുവരിയിലും ഫെബ്രുവരിയിലുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള ബോട്ടുകൾ ഉപയോഗിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി ത്രെട്ടുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓർത്തുക. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കിന് കാരണമായിട്ടുള്ളത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബോട്ടുകളുടെ അറ്റാക്ക് ആണെന്ന് ഓർത്തുക. അപ്പോൾ ഈ ഒരു സർവീസുകൾ കാര്യമായിട്ട് ഡിസ്റപ്റ്റ് ചെയ്തു. ആൾക്കാർക്ക് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻസ് നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ്, സ്ഥലം വാങ്ങുകയും വിൽക്കുകയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് വലിയ റവന്യൂ ലോസ് ആണ് സ്റ്റേറ്റിന് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ സെക്യൂരിറ്റി ത്രെട്ടുകൾക്കെതിരെ സ്റ്റേറ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ആയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സൈബർ ത്രെട്ടിന് കാരണമായിട്ടുള്ളത് എന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓഫ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം DDoS അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ ഇപ്പോൾ ഒരു സെർവർ, അതായത് നമ്മളിപ്പം ഗവൺമെന്റ് ഈ ഒരു കാവേരിക്ക് വേണ്ടിയിട്ട് ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു സെർവറിലായിരിക്കും. അപ്പം ഈ ഒരു സെർവറിലേക്ക് എത്ര പേർക്ക് ഒരേ സമയം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് 1,00,000 ആൾക്കാർക്ക് ഒരേ സമയം ഈ ഒരു സെർവറെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്ത് സംഭവിക്കും? 1,00,001 വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ വരുന്ന ഒരാൾക്ക് ഈ സെർവർ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഈ വെബ്സൈറ്റ് കിട്ടില്ല. അപ്പം ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഹാക്കർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൃത്രിമമായിട്ട് വെറുതെ ആ സെർവറിലേക്ക് 1,00,000-ലധികം, ഉദാഹരണത്തിന് 1,00,000 ആണ്, 1,00,000-ലധികം ആൾക്കാരെ ആക്സസ് ചെയ്യുന്നതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ശരിക്കും ലെജിറ്റിമേറ്റ് ആയിട്ട് ആ സെർവർ ആക്സസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ അവരൊക്കെ 1,00,000-ന് മേലെയുള്ള ആൾക്കാരായിരിക്കും. അവർക്കായിരിക്കും ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു 1,00,000 ആൾക്കാരിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ അവിടെയാണ് ഹാക്കിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഒരു വെബ്സൈറ്റിലേക്കുള്ള നോർമൽ ട്രാഫിക്കിനെ മലീഷ്യസ് അറ്റംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണുള്ളത്. അതിന്റെ സെർവറിനെയോ സർവീസ് നെറ്റ്വർക്കിനെയോ ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് ആ ഒരു സെർവറിലേക്ക് ഇന്റർനെറ്റ് ട്രാഫിക്കിനെ ഫ്ലഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് ഓൺലൈൻ സർവീസുകളോ സൈറ്റുകളോ നോർമൽ ലെജിറ്റിമേറ്റ് യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈബർ ക്രൈം ആണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു ഹാക്കർ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കുറെ കമ്പ്യൂട്ടറുകളെ ഹാക്ക് ചെയ്യും. എന്നിട്ട് ഈ ഹാക്ക് ചെയ്ത കമ്പ്യൂട്ടർ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ സെർവർ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് 1,00,000 കമ്പ്യൂട്ടേഴ്സ് കിട്ടുന്നത്? കാരണം അത്രയും കമ്പ്യൂട്ടേഴ്സിനെ ഈ ഒരു ഹാക്കർ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിപ്പിൾ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ട്രാഫിക് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അപ്പൊ ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ IoT ഡിവൈസുകൾ ഇങ്ങനെയുള്ള റിസോഴ്സുകളെ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഹാക്ക് ചെയ്ത കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സർവീസ് ഡിനയൽ ആക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, ഇവിടെ സാധാരണ സൈബർ സെക്യൂരിറ്റി അറ്റാക്കിൽ നമ്മളെ പേഴ്സണൽ ഡാറ്റ ലോസ് ആവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്തായിരുന്നു, നമ്മുടെ സെക്യൂരിറ്റി പെരിമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയുടെ മേലെ കടന്നു കയറാനോ നമ്മുടെ പ്രൈവസിയുടെ മേലെ കടന്നു കയറാനോ ഒന്നും അറ്റാക്കർ ശ്രമിക്കുന്നില്ല. മറിച്ച് അറ്റാക്കർ ട്രൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
ആ ഒരു വെബ്സൈറ്റും ആ ഒരു സെർവറും ലെജിറ്റിമേറ്റ് യൂസേഴ്സിന്, അതിന്റെ യഥാർത്ഥ യൂസേഴ്സിനെ ആക്സസിബിൾ ആക്കരുത് എന്നുള്ള ഉദ്ദേശം മാത്രമാണുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് DDoSൽ ഒരു സ്മോക്ക് ഗ്രീൻ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആ വെബ്സൈറ്റിൽ വേണമെങ്കിൽ വേറെ പേജുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മലീഷ്യസ് ആക്ടിവിറ്റീസ് വഴി സെക്യൂരിറ്റി അപ്ലയൻസുകളെ ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടാർഗറ്റിനെ സെക്യൂരിറ്റി പെരിമീറ്ററിന് മേലെ കടക്കാനും ഇവർക്ക് പറ്റും എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DDoS അറ്റാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ഇന്റർനെറ്റ് ഡിവൈസുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു മാൽവെയർ വെച്ച് ആദ്യം ഇൻഫെക്ട് ചെയ്യും. എന്നിട്ട് ഈ മാൽവെയർ ഉപയോഗിച്ചുകൊണ്ട് ആ കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ആ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുകയും ഇതെല്ലാം തന്നെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ബോട്ടുകളെ സോംബി എന്നാണ് വിളിക്കുക. ഇത്തരത്തിലുള്ള അറ്റാക്ക് ചെയ്യപ്പെട്ട കമ്പ്യൂട്ടറുകളെയാണ് സോംബീസ് അല്ലെങ്കിൽ ബോട്ടുകൾ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ബോട്ടുകൾ വരുമ്പോൾ അതിനെ ബോട്ട് നെറ്റ് എന്നുകൂടി വിളിക്കും എന്നുകൂടി ഓർത്തു വെക്കണം തന്നെ. അപ്പോൾ ഈ ഒരു ബോട്ട് നെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കർ ആ ബോട്ട് നെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഓരോ ബോട്ടിലേക്കും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് റിമോട്ടായിട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് ഈ ഒരു DDoS അറ്റാക്കുകൾ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെർവർ അല്ലെങ്കിൽ ഈ ഒരു വിക്ടിമിന്റെ സെർവർ അറ്റാക്ക് ടാർഗറ്റ് ചെയ്യുകയും ബോട്ട്നെറ്റ് ടാർഗറ്റ് ചെയ്യുകയും ടാർഗറ്റ് IP അഡ്രസ്സിലേക്ക് റിക്വസ്റ്റുകൾ അയക്കുകയും ചെയ്യും. ഇതുവഴി ആ ഒരു സെർവറിലേക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വന്ന് സെർവറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. ഇത് അൾട്ടിമേറ്റ്ലി ആ ഒരു സെർവർ ഫെയിലിയറിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ഡിവൈസ് ആണ് ഓരോ ബോട്ടും ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നോർമൽ ട്രാഫിക് വളരെ ഡിഫിക്കൽട്ടായി മാറും എന്നുള്ളതാണ്. നോർമലായിട്ട് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യൽ വളരെ ഡിഫിക്കൽട്ടായി മാറും എന്നുള്ളതാണ് ഇതിന്റെ ഇഷ്യൂ. അപ്പോൾ ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ഡിവൈസുകൾ അല്ലെങ്കിൽ അതിന്റെ സെർവർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ട് വരിക എന്ന് കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഗവൺമെന്റ് ഫ്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ US എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ഉദ്ദേശം, എന്താണിത്, അതിനെ ഫ്രീസ് ചെയ്യാനാണ് US ഗവൺമെന്റ് പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിലുള്ള രാജ്യങ്ങൾക്കൊക്കെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് USAID കൊണ്ടുവന്നിട്ടുള്ളത്. 1961 ഈ ഒരു USAID സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ അതിനുശേഷം ഇത് പോവർട്ടി, ദാരിദ്ര്യം, അതുപോലെ തന്നെ ഡിസീസുകൾ, ഹ്യൂമാനിറ്റേറിയൻ നീഡ്സിനൊക്കെ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾക്ക് എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടും നൽകുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 42 ബില്യൺ US ഒക്കെയാണ് USAID ആയിട്ട് നൽകിക്കൊണ്ടിരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇന്റർനാഷണൽ എയ്ഡിന് വേണ്ടിയുള്ള US ഏജൻസിയാണ് USAID എന്ന് പറയുന്നത്. അപ്പോൾ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം USAIDന്റെ പ്രവർത്തനം 90 ദിവസത്തേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് USAIDന്റെ അസിസ്റ്റൻസ് ഉൾപ്പെടെ എന്നുള്ളതാണ്. ആ പ്രോഗ്രാമിന്റെ എഫിഷ്യൻസി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും USന്റെ ഫോറിൻ പോളിസിയുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുമാണ് അദ്ദേഹം ഇതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇത് ഈ ഒരു USAIDന്റെ ഫണ്ട് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിന്റെ ഓൺഗോയിങ് പ്രൊജക്റ്റുകളും സ്റ്റക്ക് ആയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അതുപോലെ USAIDന്റെ പേഴ്സണൽസിനെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലീവിന് വിട്ടിട്ടുണ്ട്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കീപ്പ് ചെയ്തുകൊണ്ട്. കൂടാതെ വെബ്സൈറ്റുകളിൽ നിന്ന് കണ്ടന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫ്രീസ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫ്രീസ് അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയാണ് എന്നാണ് കാണിക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ USAID എന്ന് പറയുന്നത് യുഎസിന്റെ ഒരു ഏജൻസിയാണ്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എയ്ഡ് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്, ഇന്റർനാഷണൽ എയ്ഡിന് നൽകുക എന്നുള്ളതാണ്. 1961 US ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിദേശ രാജ്യങ്ങളെ സഹായിക്കുക, അവർക്ക് ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ്. പിന്നീട് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഡെമോക്രസി തുടങ്ങിയിട്ടുള്ള മേഖലകളിലും ഗ്രാന്റുകൾ, ടെക്നിക്കൽ അസിസ്റ്റൻസുകൾ, അതുപോലെ തന്നെ ഫണ്ടിങ് പ്രോഗ്രാംസ് നൽകുന്നുണ്ട്. 2024 44.2 ബില്യൺ US ആണ് വന്നിട്ടുള്ളത്. അതിൽ 42% ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീസ് പല രാജ്യങ്ങളെയും ഉക്രൈൻ, എത്യോപ്യ, യമൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും. അവിടെ ഹെൽത്ത് കെയർ, ഫുഡ് സെക്യൂരിറ്റി, പോവർട്ടി അലവിയേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളെ US ഗവൺമെന്റ് USAID വഴി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിങ്ങിൽ നിന്നും പിന്നോട്ട് പോകുന്നത് HIV AIDS പ്രോഗ്രാമുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും പിറകോട്ട് പോകുന്നതാണ്. ഇത് ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് കാരണമാകാം. 6 മില്യൺ ആൾക്കാരൊക്കെ, അതായത് 60 ലക്ഷം ആൾക്കാരോളൊക്കെ HIV നിന്നൊക്കെ മരണപ്പെടാൻ കാരണമുണ്ട് ഇഫ് ഫണ്ടിങ് ഹാൾട്ടഡ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതേ സമയത്ത് കുറച്ച് ക്രിട്ടിക്കൽ പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ പ്രോഗ്രാം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വന്നിട്ടില്ല എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. ഇന്ത്യക്കും
ഏകദേശം 1.5 ബില്യൺ US ഡോളേഴ്സ് USAID കിട്ടിയിട്ടുണ്ട്. പ്രൈമറിലി ഹെൽത്തിന്, എനർജിയിലും വാട്ടർ സപ്ലൈയിലുമാണ്. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യക്കുള്ള USAID കുറഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഹെൽത്ത് സെക്ടേഴ്സിൽ HIV, എയ്ഡ്സ്, TB, മെറ്റേണൽ ഹെൽത്ത് തുടങ്ങിയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഈ ഒരു ഫണ്ടിങ് നിലവിലും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫണ്ടിങ് നിർത്തുന്നത് ഈ ഒരു ഫണ്ടിങ്ങിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും. അത് ഈ പ്രവർത്തനങ്ങളെ ഡിസ്റപ്റ്റ് ചെയ്യാൻ കാരണമാവും നിർത്തും. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു സമയത്ത് ഈ ഒരു പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നൽകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ USAID എന്ന് പറയുന്നത് ഇന്ത്യയിലെ USAID ടെമ്പറലി അവരുടെ ഓപ്പറേഷൻസ് ഓഫീസിനോട് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് USAID, എന്താണ് USAID നിർത്താനുള്ള കാരണം എന്നൊക്കെ ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ സുഖോയ് Su-57 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് ജോയിന്റ് പ്രൊഡക്ഷൻ നടത്താം എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ജോയിന്റ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതിൽ സുഖോയ് 57 ഫൈറ്റർ ജെറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ റോസോബോൺ എക്സ്പോർട്ടിൽ റഷ്യ അവരുടെ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഡിഫൻസ് കമ്പനി അവര് ഇന്ത്യയുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഓഫർ ചെയ്യുകയാണ്. Su-57 ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്നുകൊണ്ടാണ് ഏർലി 2025 തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ റഷ്യ ഫിഫ്ത്ത് ജനറേഷൻ ടെക്നോളജീസ് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്യും. എഞ്ചിൻസ്, എയ്സ റഡേഴ്സ്, ഒപ്റ്റിക്സ്, AI എലമെന്റ്സ്, സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേഷൻ, എയർ വെപ്പൺസ് ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെയൊക്കെ ഈ ഒരു ടെക്നോളജി സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് റഷ്യയോട് പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് യാതൊരു തരത്തിലുള്ള സാങ്ഷൻസോ ഇന്ററപ്ഷൻസോ ഉണ്ടാവില്ല. പ്രൊജക്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. കാരണം റഷ്യ അമേരിക്കയുടെ ഒരു വൈരിയാണ്. റഷ്യക്കെതിരെ അമേരിക്കയുടെ സാങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഈ ഒരു ഇന്ത്യയുടെ മേലെ സാങ്ഷൻസ് വരില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് എയർക്രാഫ്റ്റിന്റെ കോമ്പോണൻസ് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു കോമ്പോണൻസ് ഈ ഒരു എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻസ് വറീഡ് ആവാതെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് മാനുഫാക്ചർ ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റഷ്യ ഒരു ലോങ് ടേം കോപ്പറേഷൻ ആണ് പറഞ്ഞത്. 60 വർഷത്തെ എയർക്രാഫ്റ്റ് പ്രൊഡക്ഷൻ കൊളാബറേഷൻ ആണ് പറയുന്നതായിട്ടുള്ളത്. Su-57 ക്യാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ സുഖോയ് Su-57 എന്ന് പറഞ്ഞാൽ ഒരു ട്വിൻ എഞ്ചിനുള്ള സ്റ്റീൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് സുഖോയ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് PAC-FA പ്രോസ്പെക്റ്റീവ് എയറോനോട്ടിക്കൽ കോംപ്ലക്സ് ഓഫ് ഫ്രണ്ട് ലൈൻ ഏവിയേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 1999 അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു മൾട്ടി റോൾ ഫൈറ്റർ ക്രാഫ്റ്റബിൾ ആണ്. ഏരിയൽ കോമ്പാറ്റിന് വളരെ സ്യൂട്ടബിൾ ആണ്. അതേപോലെ തന്നെ ഗ്രൗണ്ട് മാരിടൈം സ്ട്രൈക്കിനും ഇത് സ്യൂട്ടബിൾ ആണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇതിൽ സുപ്രീം ആയിട്ടുള്ള സ്റ്റീൽത്തെ ടെക്നോളജി ഉണ്ട്, സൂപ്പർ ആയിട്ടുള്ള മാനുവറബിലിറ്റി ഉണ്ട്, സൂപ്പർ ക്രൂയിസ് ഇന്റഗ്രേറ്റഡ് ഏവിയോണിക് ലാർജ് പേലോഡ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇതൊരു ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണ്. അപ്പോൾ ജോയിന്റ് പ്രൊഡക്ഷൻ ആയിട്ട് ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇതിൽ സെറേറ്റഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോസിൽ ആണ്. അപ്പോൾ ഇത് റഡാർ അതുപോലെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറിനെ വളരെയധികം കുറക്കാൻ സഹായിക്കും. ഏകദേശം 7.4 ടൺ വെപ്പൺസ് ഇതിന് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. എയർ ടു ഗ്രൗണ്ട് മിസൈൽസ് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം സ്പീഡ് മാക് 1.8 ആണ്. 54,100 ഫീറ്റ് ഉയരത്തിലാണ്, അൾട്ടിറ്റ്യൂഡിലാണ് ഇത് വർക്ക് ചെയ്യുക. കോമ്പാറ്റ് റേഞ്ച് 1864 മൈലാണ് കോമ്പാറ്റ് റേഞ്ച് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എലിഫന്റ് കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടാണ്. ഏഷ്യൻ എലിഫന്റ്സ് വിവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പോൾ നമുക്ക് ബ്രീഫ് ആയിട്ട് നോക്കാം എന്താണ് ഈ ഒരു സ്റ്റഡിയുടെ ഫൈൻഡിങ്സ് എന്നുള്ളത്. അപ്പോൾ റീസെന്റ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സിൽ ഏഷ്യൻ എലിഫന്റുകൾ വോക്കൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ശബ്ദം ഉണ്ടാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ ഏജ്, സെക്സ്, ബിഹേവിയർ തുടങ്ങിയുള്ളതിനനുസരിച്ചൊക്കെ വേരിയേഷൻ വരുന്നുണ്ട് എന്നൊക്കെ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ബന്ദിപ്പൂർ അതുപോലെ മുതുമലൈ നാഷണൽ പാർക്കുകളിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിലാണ് ഈ ഒരു എലിഫന്റിന്റെ കമ്മ്യൂണിക്കേഷനും അതിന്റെ ഉദ്ദേശവും തമ്മിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഡിഫറെന്റ് ഹാബിറ്റാറ്റ്സിലുള്ള ഡിഫറെന്റ് കോളുകൾ റെക്കോർഡ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എലിഫന്റ്സ് വലിയ സൗണ്ടുകൾ, ട്രംപറ്റുകൾ, റോർ, റംബിൾസ്, ചേപ്പുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഹൈ ഫ്രീക്വൻസി സൗണ്ടുകൾ ട്രംപറ്റുകൾ ഉണ്ടാക്കാറുണ്ട്, ചിഹ്നം വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സൗണ്ടുകൾ റോർ മുരളാറുണ്ട്.
അപ്പൊ ഇത് പ്രധാനമായിട്ടും അവരുടെ ഹേർഡുമായിട്ട് ആനകൾ കൂട്ടം കൂട്ടമായിട്ട് നടക്കുക. ഈ ഹേർഡിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പ്രത്യേകിച്ചും ഡേഞ്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാനോ ഒക്കെ അവർ ഉപയോഗിക്കും എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇതിൽ ഈ ഒരു സ്റ്റഡിയിൽ കാണിക്കുന്നത് വെച്ചാൽ യങ്ങർ ആയിട്ടുള്ള എലിഫന്റുകൾ അവർ ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള കോൾസ് ആണ് ഉണ്ടാക്കുക, വളരെ പിച്ച് കൂടിയ ശബ്ദങ്ങളാണ് ഉണ്ടാക്കുക. ഓൾഡർ ആയിട്ടുള്ള എലിഫന്റുകൾ ആണെങ്കിൽ ലോവർ പിച്ച്ഡ് കോൾസ് ആണ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. എലിഫന്റ് റോർ ചെയ്യുന്നത്, പ്രത്യേകിച്ചും എലിഫന്റ് കുഞ്ഞുങ്ങൾ റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അട്രാക്ഷൻ, അറ്റാക്ക്, അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റേറ്റ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഫ്രിക്കൻ എലിഫന്റ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ്. അതേസമയത്ത് ചിഹ്നം വിളിക്കുക, ട്രംപറ്റ് സൗണ്ട്സ് എന്ന് വെച്ചാൽ സോഷ്യൽ പ്ലേ, അതുപോലെ തന്നെ കോൺഫ്ലിക്ട് സിറ്റുവേഷൻസിലാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ റിസർച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഏഷ്യൻ എലിഫന്റ് സൗണ്ട് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുകയാണത് ഈ ഒരു മേഖലയിലുള്ള സയന്റിഫിക് റിസർച്ചും എഡ്യൂക്കേഷനും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എലിഫന്റിന്റെ വോക്കൽ കമ്മ്യൂണിക്കേഷന് വൈൽഡിലും ക്യാപ്റ്റീവ് സെറ്റിംഗ്സിലും എങ്ങനെ മാറ്റം ഉണ്ടാവുന്നു എന്നൊക്കെയുള്ളതിനെ സംബന്ധിച്ച ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്താനും അവർ പോവുകയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ റെയിൻബോ ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്നത് ഹവായി ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹവായിൽ ഇത്തരത്തിലുള്ള റെയിൻബോസ് ഉണ്ടാവുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ് വന്നിട്ടുള്ളത്. ബ്രീഫായിട്ട് നമുക്ക് ഈ ഒരു കാര്യം നോക്കാം എന്നുള്ളതാണ്. ഹവായി എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ക്ലൈമറ്റിക് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഉള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ പസഫിക് ഓഷ്യനിലുള്ള ഒരു ഐലൻഡ് കൺട്രി ആണ്. അപ്പോൾ റെയിൻബോ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ വെതർ കണ്ടീഷൻസ് റെയിൻബോസ് ഫോം ചെയ്യാൻ വളരെ സ്യൂട്ടബിൾ ആണ്. റെഗുലർ ആയിട്ടുള്ള സൺഷൈൻ ഉണ്ടാവും, ബ്രീഫ് ആയിട്ടുള്ള വളരെ ചെറിയ മഴകൾ ഉണ്ടാവും, അതുപോലെ ക്ലീൻ ആയിട്ടുള്ള എയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് റെയിൻബോ ഉണ്ടാവുന്നത്? അതായത് വെള്ളത്തുള്ളികളിൽ സൂര്യപ്രകാശം തട്ടി അത് സ്കാറ്റർ ചെയ്യുമ്പോഴാണ്, അതിലെ റിഫ്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, നമുക്കതിനെ വ്യത്യസ്ത 7 വർണ്ണങ്ങളിലായിട്ട് കാണുന്നതായിട്ടുള്ളത്. ഇത് അന്തരീക്ഷത്തിലെ വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവണം, സണ്ണി ഡേ ആയിരിക്കണം, അതേ സമയത്ത് റെയിനിങ് ഉണ്ടാവണം. അതായത് മഴ പെയ്യുന്ന സമയത്ത് വെയിലത്ത് മഴ പെയ്ത സാഹചര്യത്തിലാണ് റെയിൻബോ ഉണ്ടാവാൻ സാധ്യത. ഇത് ഹവായ് പ്രദേശത്ത് വളരെ കോമൺ ആണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ നോർമലി മോർണിംഗിലും അല്ലെങ്കിൽ ലേറ്റ് ആഫ്റ്റർനൂണിലും സൺ ലോവർ ആയിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇവിടെ എന്ത് കാണുന്നതായിട്ടുള്ളത്, ഈ ഒരു റെയിൻബോസ് കാണുന്നതായിട്ടുള്ളത്. അതുപോലെ ഹവായിലെ ട്രേഡ് വിൻഡുകളും എപ്പോഴും ചെറിയ ചെറിയ മഴകളെ കൊണ്ടുവരും. അപ്പോൾ ഇത് സൺലൈറ്റിനെ ബ്രേക്ക് ചെയ്യുകയും അവിടെ ക്ലീൻ ആയിട്ടുള്ള എയർ പ്രൊഡ്യൂസ് ഉണ്ട്. അതെല്ലാം തന്നെ വിസിബിലിറ്റിയെ മെച്ചപ്പെടുത്തും എന്നുള്ളതാണ് ഓർത്തു വെക്കുന്നതാണ്. 2100 കൂടിയിട്ട് ബ്രസീൽ, മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ സെൻട്രൽ ആഫ്രിക്കൻ പാടുകളിലൊക്കെ ഈ ഒരു റെയിൻബോസ് കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അവിടെ നിലവിലുള്ള സ്നോയിനേക്കാൾ കൂടുതലായിട്ട് റെയിൻ കിട്ടും, അവിടെയും റെയിൻബോസ് കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓതേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്തെ ഓർഡിനൻസ് ക്ലോത്തിങ് ഫാക്ടറി അവാർഡി അവർ അവരുടെ ഫസ്റ്റ് ഡിഫൻസ് എക്സ്പോർട്ട് സൂറിനെയിം എന്ന് പറയുന്ന രാജ്യത്തേക്ക് സൗത്ത് അമേരിക്കൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡിനൻസ് ക്ലോത്തിങ് ഫാക്ടറി അവിടെ ഈ ഒരു മിലിറ്ററി യൂണിഫോം ആണ് എക്സ്പോർട്ട് ചെയ്തിട്ട് ഉള്ളത്. അപ്പോൾ ഓർഡിനൻസ് ക്ലോത്തിങ് ഫാക്ടറിയാണ് അവാർഡിയിലുള്ളത്. അവിടെ അവരെന്ത് ചെയ്തിട്ടുള്ളതാണ്, അവർ ഇന്ത്യയുടെ ഫസ്റ്റ് ഡിഫൻസ് എക്സ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു. റിപ്പബ്ലിക് ഓഫ് സൂറിനെയിമിലേക്കാണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4500 ആർമി യൂണിഫോംസ് ആണ് 1.71 കോടി രൂപയ്ക്ക് അവിടത്തേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഗുഡ് വിൽ ഗസ്റ്റർ ആയിട്ടും ഡിപ്ലോമാറ്റിക് ടൈസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് ഇന്ത്യയിൽ നിന്ന് അയച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെ സൂറിനെയിം എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിലുള്ള ഒരു ചെറിയ രാജ്യമാണ്, കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഒരു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉണ്ട്, ഒരു സൈഡിൽ ഫ്രഞ്ച് ഗയാന, ഒരു സൈഡിൽ ഗുയാന, ഒരു സൈഡിൽ ബ്രസീലാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നത്. പാരാമാരിബോ ആണ് ഇതിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ളത്. ഇവിടുത്തെ ജനസംഖ്യയുടെ പകുതി പോപ്പുലേഷനും ഈ ഒരു പാരാമാരിബോയിലാണ് ഉള്ളത്. ഇത് നെതർലൻഡ്സിന്റെ കീഴിലായിരുന്നു. 1975 നെതർലൻഡ്സിന്റെ കീഴിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മൈനിങ്ങും അതുപോലെ തന്നെ ബോക്സൈറ്റിന്റെ അലുമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ പ്രോസസ്സിംഗും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ആയിട്ടുള്ളത്. കൂടാതെ ഈ കരീബിയൻ കമ്മ്യൂണിറ്റിയുടെ കാരികോം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കരീബിയൻ രാജ്യങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ്, അതിന്റെ ഭാഗമാണ് സൂരിനെയിം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ സൂരിനെയിമിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് സൂരിനെയിം വരുന്നതായിട്ടുള്ളത്. ഒരു സൈഡിൽ നമുക്ക് കരീബിയൻ സീയുടെ ഭാഗം കാണാൻ പറ്റും, അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഒരു സൈഡിൽ ഫ്രഞ്ച് ഗയാന, താഴെ ബ്രസീൽ, ഇപ്പുറത്തെ സൈഡിൽ ഗയാനയുണ്ട്, സൂരിനെയിം ഉണ്ട്, ഇവിടെ ഫ്രഞ്ച് ഗയാന ഉണ്ട് എന്ന് ഓർക്കുക. പാരാമാരിബോ ഇതിന്റെ ഒരു പോർട്ട് സിറ്റി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ സൂരിനെയിം എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ട്രേഡ് എക്സ്പോർട്ടിന്റെ കാര്യം കൂടി ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് ക്രോസ്പതി ആണ്.
അപ്പൊ മഹാരാഷ്ട്രയിൽ ഈ ഒരു ഹോമിയോപ്പതിക് പ്രാക്ടീഷണറുണ്ട്, അവരോട് അലോപ്പതിക് മെഡിസിൻസ് കൂടി നിങ്ങൾ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇതിനെയാണ് ക്രോസ് പതി എന്ന് പറയുന്നത്. അതായത് ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾ മറ്റൊരു മെഡിക്കൽ ഫീൽഡിലുള്ള മെഡിസിൻസ് എഴുതുന്നതാണ് ക്രോസ് പതി എന്ന് പറയുന്നത്. ഈ ഒരു ക്രോസ് പതി ശരിക്കും ശരിയാണോ, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ആണ് റീസെന്റ് ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സിനോട് നിങ്ങളൊരു ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തോ, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ അലോപ്പതിക് മെഡിസിൻസ്, അതായത് MBBS പഠിച്ച ഡോക്ടർമാർ എഴുതുന്ന മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തോ എന്ന് പറയുന്നത്. കാരണം അവിടെ ഡോക്ടർമാരുടെ കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തത്. ഇത് സ്വാഭാവികമായിട്ടും കെമിസ്റ്റിനും ഫാർമസിസ്റ്റുകൾക്കും കൺഫ്യൂസ്ഡ് ആണ്. ഹോമിയോ ഡോക്ടർ ഇംഗ്ലീഷ് മരുന്ന് എഴുതി കഴിഞ്ഞാൽ അത് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ക്രോസ് പതി എന്ന് നോക്കാം. ക്രോസ് പതി എന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് അല്ലാത്ത ആരോഗ്യ മേഖലയിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ക്രോസ് പതി എന്ന് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും അൾട്ടർനേറ്റീവ് മെഡിസിൻ സിസ്റ്റംസ്, ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതിയിലുള്ള ഡോക്ടർമാരെ മറ്റ് സിസ്റ്റംസ്, മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതിക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നോർമലി നമ്മൾ ക്രോസ് പതി എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രാക്ടീസിനെ പലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാരണം മിസ് ഡയഗ്നോസിസ് സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റുകൾ എഴുതാറുണ്ട്, പേഷ്യന്റ് സേഫ്റ്റിയെ ബാധിക്കാറുണ്ട്, ആന്റിബയോട്ടിക്കുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളത്. കാരണം 5 വർഷം ട്രെയിൻ ചെയ്തിട്ട് വരുന്ന MBBS ഡോക്ടർക്ക് ഇക്വലന്റ് ആയിരിക്കില്ല ഈ ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിനെ സാധാരണ പ്രൊമോട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഇടയിലാണ് കർണാടക ഗവൺമെന്റ് ഇതിങ്ങനെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 1996 സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, പൂനം വർമ്മ വെസ് അശ്വിൻ പാട്ടീൽ ജഡ്ജ്മെന്റ്. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഹോമിയോപ്പതിക് പ്രാക്ടീഷണർ അലോപ്പതിക് മെഡിസിൻസ് എന്ന് പറയുന്നത് ഒരു നെഗ്ലിജൻസ് തന്നെയാണ്. കാരണം അദ്ദേഹം എഴുതിയ മെഡിസിൻ കാരണം പേഷ്യന്റ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചാലഞ്ച് ആണ്, അതൊരു നെഗ്ലിജൻസ് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് അധികാരമില്ല. അപ്പോൾ ക്രോസ് സിസ്റ്റം ഓഫ് പ്രാക്ടീസ് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്തോ എന്നിട്ട് നിങ്ങൾ മരുന്ന് എഴുതിക്കോ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടാണല്ലോ എഴുതുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സബ്സിക്വന്റ് റൂളിങ്ങിലെല്ലാം തന്നെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എവിടെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് മഹാരാഷ്ട്ര ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത, DRDO 3 കോൺസിക്യൂട്ടീവ് ടെസ്റ്റുകൾ, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ 3 ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പം നമ്മുടെ രാജ്യത്തെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, വെരി ഷോർട്ട് റേഞ്ചുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാണ്. അതിന്റെ പേരാണ് V-SHORAD എന്ന രീതിയിലാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. DRDO വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഒഡീഷ കോസ്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ V-SHORAD എന്നാണ് പേര്, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മാൻ പോർട്ടബിൾ ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ആണ്, ഒരാൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഷോർട്ട് റേഞ്ച് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പോർട്ടബിൾ ആണ്, സർഫസ് ടു എയർ, അതായത് നമ്മൾ രാജ്യത്തേക്ക് അറ്റാക്കിന് വരുന്ന മിസൈലുകളെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് എയർക്രാഫ്റ്റിന് അഗെയിൻസ്റ്റ്, ഇൻഡിവിജ്വൽ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഹെലികോപ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുക. 8 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. 4.5 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ ടാർഗറ്റുമായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇതിനെ മിനിയേച്ചറൈസ്ഡ് റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം, അതുപോലെ ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് തുടങ്ങിയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇതുകൂടാതെ ഇതിന് അൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യാനും സ്റ്റിയറിംഗ് കൺട്രോളും ചെയ്യാൻ വേണ്ടി ത്രസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഏത് ഡയറക്ഷനിലേക്കും ഏത് കോമ്പിനേഷൻ ഓഫ് ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് DRDO ലബോറട്ടറീസും റിസർച്ച് സെന്ററും ചേർന്നുകൊണ്ടാണ് ഇൻഡിജീനിയസ്ലി ഈ ഒരു ഡെവലപ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. ഈ ഒരു മിസൈൽ സിസ്റ്റത്തിന് ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഇന്ത്യൻ ആർമിയുടെയും എല്ലാം തന്നെ ഈ ഒരു ക്യാപ്പബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ V-SHORAD എന്താണെന്നുള്ളത് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിന് എഗെയിൻസ്റ്റ് നടക്കുന്ന വലിയ അതിക്രമങ്ങളെ കുറിച്ചിട്ടാണ്. ഈ ഒരു വാർത്ത നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്യാണ്. അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, പ്രൊട്ടസ്റ്റിനെ അടിച്ചമർത്തുന്നുണ്ട്, ഈവൻ ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷവും അവിടെ പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നുണ്ട് എന്നുള്ള പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ബംഗ്ലാദേശിലെ
പുതിയ ടെമ്പററി ഗവൺമെന്റ് ഒക്കെ വന്നെങ്കിൽ പോലും വലിയ ഇഷ്യൂസ് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു വാർത്തയാണ് എഡിറ്റോറിയലാണ് വന്നത്. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.